ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സങ്കീർത്തനങ്ങൾ 1 മുതൽ 9 വരെ പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 10-ാം സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തന പഠനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. തിരുവചന സത്യങ്ങളെ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും എല്ലാവർക്കും ദൈവം ബുദ്ധിയും ജ്ഞാനവും തന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നോക്കാം 10-ാം സങ്കീർത്തനം. 9-ാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയാണ് 10-ാം സങ്കീർത്തനം. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ഇതിൻ്റെ എഴുത്തുകാരൻ ആരെന്ന് എഴുതിയിട്ടില്ലെങ്കിലും 9-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനായ ദാവീദ് തന്നെയാണ് 10-ാം സങ്കീർത്തനത്തിൻ്റെയും എഴുത്തുകാരൻ. 10-ാം സങ്കീർത്തനത്തിൽ ആകെ 18 വാക്യങ്ങളാണ് ഉള്ളത്. 9-ാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയായതുകൊണ്ട് 10-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് 9-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം തന്നെയാണ്. ഇത് അക്രോസ്റ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ്. എന്താണ് അക്രോസ്റ്റിക് സങ്കീർത്തനങ്ങളെന്ന് നമ്മൾ 9-ാം സങ്കീർത്തനം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അക്രോസ്റ്റിക് സങ്കീർത്തനങ്ങൾ എന്താണെന്ന് അറിയത്തില്ലാത്തവർ ദയവായി 9-ാം സങ്കീർത്തനം കേട്ട് മനസ്സിലാക്കുക. ഈ 10-ാം സങ്കീർത്തനത്തിൽ ദുഷ്ടൻ്റെ ദുഷ്ടതയും നീതിമാൻ്റെ പീഡനവുമാണ് വിഷയം. വേദപണ്ഡിതനായ ആദം ക്ലർക്കിൻ്റെ അഭിപ്രായപ്രകാരം പ്രവാസകാലത്തെക്കുറിച്ചോ പ്രവാസികളുടെ ശത്രുവായ സൻബല്ലത്തിൻ്റെ ഉപദ്രവത്തെക്കുറിച്ചോ ആണ് ഇതിൽ പ്രസ്താവിക്കുന്നതെന്ന് പറയപ്പെടുന്നു. 18 വാക്യങ്ങളുള്ള ഈ 10-ാം സങ്കീർത്തനത്തെ നമുക്ക് 5 ഭാഗങ്ങളായി വിഭജിക്കുവാൻ കഴിയും. ഇതിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത് പീഡ അനുഭവിക്കുന്നവൻ്റെ രക്ഷയ്ക്കായി ദൈവം എഴുന്നേൽക്കണമെന്നുള്ള സങ്കീർത്തനക്കാരൻ്റെ അപേക്ഷയാണ്. ഇതിൻ്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടന് നീതിമാനോടുള്ള മനോഭാവം എന്താണെന്ന് എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ 12-ാം വാക്യം പീഡിതൻ്റെ ദൈവത്തോടുള്ള നിലവിളിയാണ്. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടൻ്റെ ദുഷ്ടതയെ ദൈവം കാണുന്നതായി പറയുന്നു. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായവിധി നാം കാണുന്നു. 10-ാം സങ്കീർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവജനത്തിൻ്റെ പീഡാനുഭവങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിക്കാൻ പ്രേരണ നൽകുന്ന ഒരു സങ്കീർത്തനമാണ് 10-ാം സങ്കീർത്തനം. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും പഠിക്കാം. 10-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതുമെന്ത്? അപ്പോൾ കഷ്ടകാലത്ത് അടുത്ത തുണയായി നിൽക്കേണ്ട ദൈവം തൻ്റെ പ്രതിസന്ധികളിൽ ദൂരെ അകന്നു മാറി നിൽക്കുന്നതായിട്ട് സങ്കീർത്തനക്കാരന് തോന്നുന്നു. ഒരു ദൈവഭക്തനോടുള്ള ബന്ധത്തിൽ കഷ്ടത ഒരിക്കലും അവൻ്റെ അവസാനമല്ല, മറിച്ച് അത് അവൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അറിയാനുള്ള അവസരങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസ് യാത്ര ചെയ്ത കപ്പലിൽ കൊടുങ്കാറ്റടിച്ച് തകർന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു. 3 യഹൂദ ബാലന്മാർ അഗ്നിയുടെ നടുവിലകപ്പെട്ടപ്പോൾ ദൈവ സാന്നിധ്യം അഗ്നിയുടെ നടുവിൽ ഇറങ്ങി. പ്രാർത്ഥനാ മനുഷ്യനായ ദാനിയേൽ സിംഹക്കൂട്ടിൽ നിബന്ധിച്ചപ്പോൾ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി. അങ്ങനെയെങ്കിൽ കഷ്ടത തകർച്ചയ്ക്കല്ല, മറിച്ച് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനാണ്. ഇനി 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ദുഷ്ടന് നീതിമാനോടുള്ള മനോഭാവം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദുഷ്ടൻ്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ. അപ്പോൾ ദുഷ്ടൻ്റെ അഹങ്കാര നിമിത്തം അവൻ്റെ തന്ത്രങ്ങളിൽ അവൻ തന്നെ അകപ്പെടാൻ വേണ്ടി നീതിമാൻ ദൈവത്തോട് നിലവിളിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ ദുഷ്ടൻ്റെ മനോഭാവം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് ദുഷ്ടൻ്റെ മനോഭാവം? നീതിമാനെ എത്ര ഉപദ്രവിച്ചാലും ദൈവം ചോദിക്കത്തില്ലെന്ന് ദുഷ്ടൻ പറയുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ കുലുങ്ങുകയില്ല,
ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ തനിക്ക് ഒരു കുലുക്കവും വരുത്തില്ലെന്ന് ദുഷ്ടൻ പറയുന്നു. ഇതിൻ്റെ 11-ാം വാക്യത്തിൽ ദൈവം മറന്നിരിക്കുന്നു, അവൻ തൻ്റെ മുഖം മറച്ചിരിക്കുന്നു, അവൻ ഒരു നാളും കാണുകയില്ലെന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ 11-ാം വാക്യത്തിൽ ദൈവം നീതിമാനെ മറന്നിരിക്കുന്നു എന്ന് ദുഷ്ടൻ പറയുന്നു. അതുകൊണ്ട് ദൈവം ഇതൊന്നും കാണുന്നില്ലെന്നാണ് ദുഷ്ടൻ പറയുന്നത്. ഇതിൻ്റെ നടുവിൽ ദൈവം എഴുന്നേൽക്കണമെന്നും ദൈവം പ്രവർത്തിക്കണമെന്നും സങ്കീർത്തനക്കാരൻ ദൈവത്തോട് നിലവിളിക്കുന്നു. അങ്ങനെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിലവിളിക്കുന്ന സങ്കീർത്തനക്കാരൻ്റെ അല്ലെങ്കിൽ ദൈവഭക്തൻ്റെ നിലവിളിയും പ്രാർത്ഥനയുമാണ് 12-ാം വാക്യം. ഇവിടെ ദൈവഭക്തൻ്റെ നിലവിളി കേട്ട് ദൈവം അവൻ്റെ രക്ഷയ്ക്കായി എഴുന്നേൽക്കുന്നു. ദൈവം ഒരു നാളും കാണുകയില്ല, അല്ലെങ്കിൽ ദൈവം തൻ്റെ മുഖം മറച്ചു എന്ന് ദുഷ്ടൻ പറഞ്ഞിടത്ത് 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നീ അത് കണ്ടിരിക്കുന്നു, തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കണ്ടിരിക്കുന്നു. അഗതി തന്നെത്താൻ നിങ്കലേൽപ്പിക്കുന്നു, അനാഥന് നീ സഹായി ആകുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവ പൈതലിൻ്റെ ശത്രു ദൈവത്തിൻ്റെയും ശത്രുവാണ്. ദൈവം എഴുന്നേറ്റാൽ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുമെന്ന് 68-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഏതൊരു കാലത്തും ദൈവജനത്തിൻ്റെ കഷ്ടത ദൈവം കാണുന്നവൻ തന്നെയാണ്. ദുഷ്ടൻ പലപ്പോഴും നീതിമാൻ്റെ കഷ്ടത ദൈവം കാണുന്നില്ലെന്ന് പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവജനത്തിൻ്റെ കഷ്ടത കണ്ട് പ്രവർത്തിക്കാൻ എഴുന്നേറ്റ പോലെ ഇവിടെയും ദൈവം പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുന്നു. അങ്ങനെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം ദുഷ്ടന് നേരെ എഴുന്നേറ്റ് അവൻ്റെ ഭുജത്തെ ഒടിച്ചു കളയുന്നതായി നാം കാണുന്നു. ഇനി 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള ദുഷ്ടൻ നീതിമാനെ എതിർക്കാതിരിക്കേണ്ടതിന് അനാഥനും പീഡിതനും വേണ്ടി ദൈവം ന്യായവിധി കൽപ്പിക്കുന്നു. ഇവിടെ ആരംഭത്തിൽ ദൂരത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ ദൈവം വിഷയത്തിൻ്റെ നടുവിൽ ഇറങ്ങി സാധുക്കളുടെ അപേക്ഷ കേട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആരംഭത്തിൽ കഷ്ടതയുടെ നടുവിൽ ദൈവം ദൂരെ നിൽക്കുന്നു എന്ന് പറഞ്ഞ സങ്കീർത്തനക്കാരൻ ഇപ്പോൾ സാധുക്കളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നുവെന്ന് തിരുത്തി പറയുന്നു. അങ്ങനെ കഷ്ടതയുടെ നടുവിൽ തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ 10-ാം സങ്കീർത്തനം അവസാനിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ദൈവസന്നിധിയിൽ അനേക വിഷയങ്ങൾ പ്രാർത്ഥിച്ച് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ. ചിലപ്പോൾ ഇനി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി താമസിച്ചാലും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന നിരസിക്കുകയില്ല. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ നിശ്ചയമായും നമ്മുടെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കാരണം അവൻ അഗതികളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയുടെയും നിലവിളിയുടെയും മുമ്പിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി ഉദ്ധാരണവും വിടുതലും നൽകുവാൻ ശക്തിയുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. മറുപടി താമസിച്ചാലും നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളുടെ മറുപടി നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്കായിരിക്കാം. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ സങ്കീർത്തന പഠനം എല്ലാവർക്കും ഒരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അടുത്ത സങ്കീർത്തനവുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.